ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബാർബിക്യൂ ഡേ ആണ്. ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞങ്ങളൊരു നല്ല ദിവസത്തിന് വേണ്ടി, ഒരു നല്ല ഈവനിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മഴയൊക്കെ മാറിയ ഒരു ഈവനിങ്ങിൽ അന്ന് ബാർബിക്യൂ ആക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അന്നത്തെ ദിവസം സെലക്ട് ചെയ്തു. ചിക്കനും കുറച്ച് പോർക്കുമാണ് ചുടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ചിക്കനും പോർക്കും അതിന് വേണ്ട സാലഡും മറ്റ് സാധനങ്ങളെല്ലാം കൂടെ കൂടി ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ആദ്യം ഗാർഡനിലേക്ക് ഞങ്ങൾ എത്തിച്ചു. ഇരിക്കാനുള്ള കസേരയും മറ്റു കാര്യങ്ങളെല്ലാം എത്തിച്ചു. ഗാർഡൻ്റെ ചെറിയൊരു ഫുട്ടേജും ഒക്കെ എടുത്തു. ഈ മീൻ ടൈമിൽ നീതു വീടിനുള്ളിൽ സാലഡ് റെഡിയാക്കുമായിരുന്നു. കുക്കുമ്പറും ക്യാരറ്റും സെലറിയും ഇത്തിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞൊരു സാലഡ് അവിടെ റെഡിയാക്കി എടുത്തു. അതിനൊപ്പം തന്നെ ഒരു സമ്മർ ഡ്രിങ്കും റെഡിയാക്കി എടുത്തു. ആപ്പിളും ഓറഞ്ചും ഒക്കെ കൂടി കട്ട് ചെയ്തിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്കും റെഡിയാക്കി. കുറച്ച് സ്നാക്സും ഈ റെഡിയാക്കിയ ഐറ്റംസും എല്ലാം കൂടെ കൂടി ഗാർഡനിലേക്ക് എത്തിച്ച് ഐശ്വര്യമായി കുറച്ച് ചാർക്കോളൊക്കെ എടുത്ത് കുറച്ച് ചാർക്കോൾ കത്തിക്കുന്ന ഫ്ലൂയിഡൊക്കെ ഒഴിച്ച് ചാർക്കോളിന് തീ കൊടുത്തു. കാറ്റിൻ്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് തന്നെ തീ അത്യാവശ്യം പടർന്നു പിടിച്ചു. എന്നാലും കുറച്ചും കൂടി ഒന്ന് ആളിപ്പടരുവാൻ വേണ്ടി കുറച്ചുകൂടി ഫ്ലൂയിഡ് അതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചാർക്കോളും അത് കത്തിക്കാനുള്ള ഫ്ലൂയിഡും എല്ലാം മേടിച്ചിരിക്കുന്ന BNKയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഗൈസ്. എന്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചാർക്കോൾ ആളിപ്പടരുകയാണെങ്കിൽ അത് കനലാവാനുള്ള വെയിറ്റിംഗ് ആണ്. അതിനുശേഷം ആദ്യം നമ്മൾ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പോർക്ക്, അതിന് പുറകെ ചിക്കൻ ഒക്കെ നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഒക്കെ കൂടി എടുത്ത് കനലിന് മുകളിലേക്ക് വെച്ചു. ചെറുതായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് ഒന്ന് വെന്ത് വരാനായിട്ടുള്ള കാത്തിരിപ്പാണ്. മീൻ ടൈമിൽ മാഡത്തിൻ്റെ പുതിയ ചെയറിൽ വിശ്രമത്തിലാണ്. എന്താണെങ്കിലും മാഡത്തിനൊപ്പം പോയി ഒരു സെൽഫി ഫുട്ടേജൊക്കെ എടുത്തു. കുറച്ച് നേരം ചുമ്മാ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് അവൾക്കൊരു പണി കൊടുത്തു. സമ്മർ ഡ്രിങ്കിലേക്ക് സ്പ്രൈറ്റൊക്കെ ഒഴിച്ചത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന് തൊട്ട് പുറകെ തന്നെ ഇത് ബാർബിക്യൂ ചെയ്യാനുള്ള ജോലിയും കൂടി അങ്ങ് ഏൽപ്പിച്ചു. എന്താണെങ്കിലും രണ്ടുപേരും കൂടെ കൂടി ബാർബിക്യൂ ചെയ്ത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ സമ്മർ ഡ്രിങ്കൊക്കെ സെറ്റ് ചെയ്ത് സമ്മർ ഡ്രിങ്കൊക്കെ കുടിച്ചു. 1-2 ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബാർബിക്യൂ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മേടിച്ചിട്ടുള്ളൊരു ഗാർലിക് ബ്രെഡ് അതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുത്തു. കുറച്ച് മയോണീസും അതുപോലെ തന്നെ സാലഡും ചുട്ട ചിക്കനും പോർക്കും ഒപ്പം ഈ ഒരു ഗാർലിക് ബ്രെഡൊക്കെ ആയിട്ട് അന്ന് കഴിച്ചു. ഈവനിങ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഹാപ്പി ഡേയ്സ്.